RSSനെ നിരോധിക്കുമെന്ന് കോൺഗ്രസ് ഭീഷണി. കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയാൽ RSSനെ നിരോധിക്കുമെന്ന് കർണാടക മന്ത്രി പ്രിയങ്ക് ഖർഗെയാണ് വെല്ലുവിളി ഉയർത്തിയത്. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുടെ മകനാണ് പ്രിയങ്ക്. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, ഏത് സാഹചര്യത്തിലായിരുന്നു പ്രിയങ്ക് ഖർഗെയുടെ ഈ വെല്ലുവിളി? രോഹിണി, പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പ്രിയങ്ക് ഖാർഗെക്ക് ഇത്തരം കാര്യങ്ങൾ പറയുന്നതിനും അതോടൊപ്പം തന്നെ ഇത്തരം വെല്ലുവിളികൾ നടത്തുന്നതിനും അങ്ങനെ പ്രത്യേകിച്ച് സാഹചര്യമൊന്നും വേണ്ട എന്നുള്ളതാണ്. കാരണം കർണാടകയിൽ അദ്ദേഹം അറിയപ്പെടുന്നത് സോഷ്യൽ മീഡിയ മിനിസ്റ്റർ എന്ന രീതിയിലാണ്. അദ്ദേഹത്തിന് പ്രത്യേകം വകുപ്പുകളുണ്ട്. അദ്ദേഹം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുടെ മകനാണ്. പക്ഷേ അദ്ദേഹം ഈ കർണാടകയിൽ DK ശിവകുമാറും സിദ്ധരാമയ്യയും പോലെയുള്ള രണ്ട് അധികായന്മാരുള്ള കോൺഗ്രസിന്റെ അധികായന്മാരുള്ള കർണാടകയിൽ ഈ പ്രിയങ്ക് ഖാർഗെക്ക് കാര്യമായി പരിഗണന കിട്ടുന്നില്ല, കാര്യമായി ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. സ്വാഭാവികമായി അദ്ദേഹം പിന്നീട് ആശ്രയിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ പോസ്റ്റുകൾ ഇട്ട് ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്യുന്ന പ്രധാനപ്പെട്ട ജോലി. ഇന്നിപ്പോൾ ഈ കർണാടകയിൽ അവിടെ മുഖ്യമന്ത്രി കസേര സംബന്ധിച്ച് തർക്കങ്ങളും അതോടൊപ്പം തന്നെ ചർച്ചകളും നടക്കുകയാണ്. രൺദീപ് സുർജേവാല അടക്കമുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട്. ആ ചർച്ചകളിൽ ഒന്നും തന്നെ മല്ലികാർജുൻ ഖാർഗെയുടെ മകൻ പ്രിയങ്ക് ഖാർഗെ പങ്കാളിയല്ല. അത്തരം ചർച്ചകളിൽ പങ്കെടുപ്പിക്കാറുമില്ല. കാരണം കർണാടകയെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്ക് ഖാർഗെ അവിടെ MLA ആയതും മന്ത്രിയായതും മല്ലികാർജുൻ ഖാർഗെയുടെ മകൻ എന്ന രീതിയിലാണ്. അതിനാൽ തന്നെ അദ്ദേഹത്തിന് അവിടെ കാര്യമായ പരിഗണനയും ലഭിക്കാറില്ല. ഇന്ന് അവിടെ ഈ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധ പിടിച്ചു പറ്റുക എന്ന ഉദ്ദേശത്തിൽ മാത്രമാണ് നിലവിൽ RSSനെ നിരോധിക്കണം എന്നൊരാവശ്യം കോൺഗ്രസ് ദേശീയ അധ്യക്ഷന്റെ മകൻ മുന്നോട്ട് വെച്ചത്. സ്വാഭാവികമായും മല്ലികാർജുൻ ഖർഗെയുടെ മകൻ അത് പറയുമ്പോൾ അത് ചർച്ചയാകും. അദ്ദേഹം മുൻപും അത് പറഞ്ഞിട്ടുണ്ട്. BJP നേതാക്കൾ പരിഹസിക്കാറാണ്, പ്രിയങ്ക് ഖാർഗെയുടെ ഇത്തരം പ്രസ്താവനകളെ പരിഹസിക്കാറാണ് പതിവ്. BJPയുടെ ഒന്നാം നിര നേതാക്കൾ അവിടെ മറുപടിയെ നൽകാറില്ല. BJPയുടെ രണ്ടാം നിര നേതാക്കളാണ് പ്രിയങ്ക് ഖാർഗെക്ക് പൊതുവെ ഇക്കാര്യത്തിൽ അവിടെ മറുപടി നൽകുന്നത്. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് RSS മനുസ്മൃതി നടപ്പിലാക്കാൻ ശ്രമിച്ചു, ഭരണഘടനയോട് വിധേയത്വമില്ലാത്തവരാണ് തുടങ്ങിയ ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ജൂൺ 25 ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന്റെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞിട്ട് പോലുമില്ല. അതിനിടയിലാണ് പ്രിയങ്ക് ഖാർഗെയുടെ ഭാഗത്തുനിന്നും ഇത്തരം ഈ RSS ഭരണഘടന പാലിക്കുന്നില്ല എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ തന്നെ വരുന്നത്. അദ്ദേഹം ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു നീക്കം. മറ്റൊരാൾ കൂടിയുണ്ട് അദ്ദേഹത്തോടൊപ്പം ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒരാൾ. അത് P. ചിദംബരത്തിന്റെ മകൻ, പളനിയപ്പൻ ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബരമാണ്. തമിഴ്നാട്ടിൽ അദ്ദേഹം ശിവഗംഗയിൽ നിന്നും അദ്ദേഹം ജയിച്ച് MP ഒക്കെ ആയെങ്കിലും അദ്ദേഹത്തിനും വലിയ ശ്രദ്ധ കിട്ടാറില്ല. അപ്പോൾ അദ്ദേഹവും സമാനമായ രീതിയിൽ ഇത്തരം പ്രസ്താവനകളൊക്കെ നടത്തുന്ന ആളുകളാണ്. രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളുടെ മക്കൾ ശ്രദ്ധ കിട്ടാത്ത സാഹചര്യത്തിൽ നടത്തുന്ന അവരുടേതായ ജൽപ്പനങ്ങൾ എന്ന രീതിയിലാണ് പൊതുവെ BJP ഇതിനെ കാണാറുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ വീണ്ടും ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ, കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയാൽ RSSനെ നിരോധിക്കും, ഇതാണ് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷന്റെ മകൻ സംസ്ഥാന മന്ത്രി പറഞ്ഞിട്ടുള്ളത്. ശ്രീകാന്ത്, ഇവിടെ മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ്, കോൺഗ്രസ് ദേശീയ അധ്യക്ഷനാണ്. അദ്ദേഹത്തിന്റെ മകൻ എന്നുള്ള രീതിയിൽ സമൂഹത്തിനോട് ചില പ്രതിബദ്ധതയും കർത്തവ്യബോധവും ഒക്കെ പ്രിയങ്കിനും ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇത്തരം ജൽപ്പനങ്ങൾ നടത്തുമ്പോൾ സ്വന്തമായി തന്നെ ചിന്തിക്കുകയും അതോടൊപ്പം ഇത് തിരുത്തപ്പെടുകയും ചെയ്യേണ്ടതല്ലേ? കാരണം ഒരു ഭാഗത്ത് ഇത്രയും നിരുത്തരവാദപരമായ പ്രസ്താവനകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ കർണാടകയിൽ തന്നെ കോൺഗ്രസിനകത്തുള്ള തമ്മിലടി ഏവരും കാണുന്ന കാര്യം കൂടിയാണ്. അപ്പോൾ RSSനെ നിരോധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയങ്ക് ഇത്തരത്തിൽ പൊതുസമൂഹത്തിലേക്ക് വരുമ്പോൾ അത് തിരുത്തപ്പെടേണ്ടതുകൂടിയല്ലേ മുതിർന്ന നേതാക്കളിൽ നിന്ന്? കർണാടകയിൽ കോൺഗ്രസിനുള്ളിലെ നേതാക്കൾ തന്നെ പ്രിയങ്ക് ഖാർഗെയെ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് വസ്തുത. പ്രിയങ്ക ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ഇടാറുണ്ട്. അത് കുറച്ചു കഴിയുമ്പോൾ BJP നേതാക്കൾ അദ്ദേഹത്തെ കണക്കറ്റ് പരിഹസിക്കാറുണ്ട്, അല്ലെങ്കിൽ അതിന് അതിരൂക്ഷമായ ഭാഷയിൽ മറുപടിയും നൽകാറുണ്ട്. അതിനപ്പുറത്തേക്ക് പ്രിയങ്ക് ഖാർഗെയുടെ പ്രസ്താവനകൾക്കോ പ്രിയങ്ക് ഖാർഗെയുടെ പ്രവൃത്തികൾക്കോ എന്തെങ്കിലും തരത്തിലുള്ള പരിഗണന കർണാടകയിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. കോൺഗ്രസ് നേതാക്കൾ പൊതുവെ ഈ പ്രിയങ്ക് ഖാർഗെ നടത്തുന്ന പ്രസ്താവനകളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളോ ശ്രദ്ധിക്കാറുമില്ല, അതിന് പരിഗണന കൊടുക്കാറുമില്ല. അതിനാൽ തന്നെ
അദ്ദേഹം ഇത് നിർബാധം തുടരുന്നു എന്ന് തന്നെ പറയാം. നേരത്തെ രോഹിണി പറഞ്ഞതുപോലെ ശ്രീകാന്ത്, ഞാൻ ഒന്ന് ഇടപെടുകയാണ്, ദയവായി തുടരുക. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി BJP മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കുമ്മനം, RSSനെ നിരോധിക്കും എന്നാണ് കോൺഗ്രസിന്റെ ഭീഷണി. അതായത് കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയാൽ RSSനെ നിരോധിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകും എന്നാണ് മല്ലികാർജുൻ ഖാർഗെയുടെ പുത്രൻ പ്രിയങ്ക ഖാർഗെ വ്യക്തമാക്കിയിരിക്കുന്നത്, ഒരു വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അല്ല, കോൺഗ്രസ് എക്കാലത്തും ജനാധിപത്യത്തിൽ അതുപോലെ മറ്റ് ധാർമ്മിക മൂല്യങ്ങളിൽ വിശ്വസിക്കാത്തവരാണ്. അത് തന്നെയാണ് അടിയന്തരാവസ്ഥയിലും കണ്ടത്. അടിയന്തരാവസ്ഥയിൽ നിരോധിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. അവര് ഇനി അധികാരത്തിൽ കയറിയാൽ നിരോധിക്കും എന്ന് പറയുന്നത് അതിനകത്തൊരു പുതുമയൊന്നുമില്ല. അവർ അങ്ങനെ ചെയ്യും എന്ന് പറയുന്ന അവരുടെ നിലപാടും അവരുടെ സമീപനവും അവരുടെ വീക്ഷണവുമാണ്. കാരണം ദേശ അഭിമാന പ്രചോദിതമായ പ്രവർത്തനങ്ങളിലോ ദേശസ്നേഹവും ദേശീയ ബോധവും പകർന്നു കൊടുക്കുന്ന സംരംഭങ്ങളിലോ ഒന്നും ഇന്ന് കോൺഗ്രസ് പങ്കാളിത്തമില്ല. കോൺഗ്രസ് വ്യത്യസ്തമായ പാതയിലാണ്. അവരിന്ന് തീവ്രവാദത്തെയും പ്രോത്സാഹിപ്പിക്കുകയാണ്. രാഷ്ട്രത്തിന്റെ അഖണ്ഡതയ്ക്കും സുരക്ഷിതത്വത്തിനും ഭീഷണിയാകുന്ന ശക്തികളോട് അവർ സന്ധി ചെയ്യുകയാണ്. അതുകൊണ്ട് അവർക്കിപ്പോൾ ദേശീയ തലത്തിൽ ദേശത്തോട് വിധേയത്വമുള്ള പ്രസ്ഥാനങ്ങളോട് ഒരു അലർജിയാണ്, ഒരു അകലം പാലിക്കുകയാണ്. അതുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിലേറി കഴിഞ്ഞാൽ ഇവിടുത്തെ തീവ്രവാദ ശക്തികൾ എല്ലാം ബലപ്പെടും. അവരുടെ വിളനിലമായി ഈ ഭാരതം മാറും. അത് തന്നെയാണ് ഇപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തെ ശിഥിലമാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വൈദേശിക ശക്തികൾക്ക് കുടപിടിക്കുന്നവരാണ്. അവർക്ക് വേണ്ട വെള്ളവും വളവും സഹായവും ഇട്ടുകൊടുത്ത് വളർത്തിക്കൊണ്ടുവരുന്നതിലാണ് കോൺഗ്രസിന്റെ ശ്രദ്ധ. രാഹുൽ ഗാന്ധി അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരെ അധികാരത്തിലേറിയാൽ ദേശീയതയിൽ വിശ്വസിക്കുന്ന ദേശസ്നേഹമുള്ള നാടിനോട് കൂറുള്ള പ്രസ്ഥാനങ്ങൾ അവർക്കെതിരെ നടപടി സ്വീകരിക്കും എന്നുള്ളതിടത്തോളം അത് അവരുടെ ജനിതകത്തിൽ ഉള്ളത് തന്നെയാണ്, DNA യിലുള്ളതാണ്. ശ്രീ കുമ്മനം രാജശേഖരൻ, കോൺഗ്രസ് ഏറെ നാളുകളായി വച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്ന പ്രീണന സ്വഭാവം എല്ലാവർക്കും അറിയാവുന്ന കാര്യം കൂടിയാണല്ലോ. ഇപ്പോൾ മല്ലികാർജുൻ ഖാർഗെയുടെ മകനായ പ്രിയങ്ക് ഖാർഗെ ഇത്തരത്തിൽ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയാൽ RSSനെ നിരോധിക്കുമെന്ന് പറയുന്നതിലൂടെ മറ്റൊരു സൂചനയാണോ നൽകുന്നത്? അതായത് തങ്ങളോടൊപ്പം ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്ന തീവ്ര മത നേതാക്കളെ കൂടുതൽ അടുപ്പിക്കുക, അതോടൊപ്പം അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അധികാരത്തിലേറുക എന്നുള്ള ഒരു ദുഷ്ലാക്ക് തന്നെയാണോ ഇതിന്റെ പിന്നിലുള്ളത്? തീർച്ചയായിട്ടും അത് തന്നെയാണ്. തീവ്രവാദ പ്രസ്ഥാനങ്ങൾ, ദേശവിരുദ്ധ പ്രസ്ഥാനങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിച്ചാൽ അവരുടെ കയ്യടി വാങ്ങിക്കാൻ കഴിയും, അവരുടെ പിന്തുണ നേടിയെടുക്കാൻ കഴിയും എന്നുള്ള കണക്കൂട്ടൽ തന്നെയാണ് കോൺഗ്രസ് നേതാക്കന്മാരെല്ലാവരും ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാടല്ല വലുത്, എങ്ങനെ അധികാരം പിടിക്കണം. അവർ പറയുന്നില്ലല്ലോ ഞങ്ങൾ അധികാരത്തിൽ കയറിയ തീവ്രവാദ ശക്തികളെ ഞങ്ങൾ വകവരുത്തും, അല്ലെങ്കിൽ ഇല്ലാതാക്കും, അല്ലെങ്കിൽ നടപടി സ്വീകരിക്കും എന്നല്ലല്ലോ പറയുന്നത്. അത് നിരോധിക്കുമെന്നൊന്നും അവരല്ല പറയും. RSSനെ നിരോധിക്കും എന്ന് പറയുമ്പോൾ അവരതിന് വ്യക്തമായിട്ടുള്ള കാര്യകാരണ സഹിതം പറയണം. സാധാരണ നിരോധിക്കുന്ന ഏതൊരു പ്രസ്ഥാനത്തെ നിരോധിക്കുന്നു രാഷ്ട്രത്തിന് വെല്ലുവിളിയാകുന്ന അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ വിരുദ്ധമായ നിലയിൽ പ്രവർത്തിക്കുന്ന അങ്ങനെയുള്ള ശക്തികളെയാണ് നിരോധിക്കുന്നത്. അല്ലെങ്കിൽ ജനങ്ങൾക്ക് വിരുദ്ധമായ ജനതാല്പര്യമോ രാഷ്ട്ര താല്പര്യമോ ധ്വംസിക്കുന്ന സംഘടനകളെയാണ് സാധാരണ നിരോധിക്കും എന്ന് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ അവർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് RSSനെ നിരോധിക്കുന്നത് പറയുന്നത്? കാരണം പറയണ്ടേ, എന്തെങ്കിലും ഒരു കാരണം പറയണത്. അത് പറയുന്നില്ല. അതേസമയം തീവ്രവാദ ശക്തികളെ നിരോധിക്കുമെന്ന് പറയുന്നുമില്ല. ഇങ്ങനെയൊക്കെ നിലപാട് സ്വീകരിക്കുമ്പോൾ ആർക്കാണ് ഇഷ്ടപ്പെടുക? ഇവിടെ തീവ്രവാദ ശക്തികൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ നാടിന്റെ നാനാഭാഗങ്ങളിൽ ചിന്നിച്ചേറിക്കിടപ്പുണ്ട്. അവരുടെയൊക്കെ പിന്തുണ സമാർജിക്കാൻ കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ വിശ്വാസം വീണ്ടെടുത്ത് ഇനിയും ഈ ഭാരതത്തിൽ ഒരു തിരിച്ചുവരവ് നടക്കും എന്ന് അവർ വിശ്വസിക്കുകയാണ്. അതേ അവർക്ക് മാർഗമുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ള ഗതികേടാണ് വാസ്തവത്തിൽ ഇത്. അതെ, തീർച്ചയായും. വളരെ നന്ദി ശ്രീ കുമ്മനം രാജശേഖരൻ പ്രതികരിച്ചതിന്. ശ്രീകാന്തിലേക്ക് പോവുകയാണ്. ശ്രീകാന്ത്, RSSനെ നിരോധിക്കും എന്ന് ഒറ്റ വാക്കിൽ പറയാൻ കഴിയില്ലല്ലോ പ്രിയങ്ക ഖാർഗെയ്ക്ക്. കാരണം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തന രീതിയും ശൈലിയും ഒക്കെ പൊതുസമൂഹത്തിന് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയാൽ തങ്ങൾ RSSനെ നിരോധിക്കുമെന്ന് പറഞ്ഞതിനോടൊപ്പം തന്നെ അതിന് കാരണങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ടോ പ്രിയങ്ക? പ്രിയങ്കിനെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്ക് ആഗ്രഹിക്കുന്ന കാര്യം കർണാടക രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒന്ന് ഉയർന്നു വരിക എന്നുള്ളതാണ്. കർണാടക രാഷ്ട്രീയത്തിൽ ഇനി ഉയർന്നു വന്നാൽ തന്നെ പ്രിയങ്കിന് അറിയാം പരമാവധി പോകാൻ പറ്റുക ഇപ്പോൾ ഇരിക്കുന്ന പദവി മന്ത്രി പദവിയിൽ തന്നെയായിരിക്കും എന്നുള്ളത്.
ഇനി ഒരു പക്ഷേ പ്രിയങ്കിന് ആഗ്രഹം കാണും ദേശീയ തലത്തിലേക്ക് ഉയരുന്നതിനും മറ്റും. ഇനി അങ്ങനെ ഒരു ചിന്തയാണോ അദ്ദേഹത്തെ കൊണ്ട് ഈ രീതിയിൽ പറയാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയാൻ സാധിക്കൂ. കാരണം തുടർച്ചയായി അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ നടത്തുന്നുണ്ട്. കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷന്റെ മകൻ യാതൊരു പ്രസക്തിയുമില്ലാതെ കർണാടക പോലൊരു സംസ്ഥാനത്ത് അവിടെ ഒരു മന്ത്രി മാത്രമായി ഒതുങ്ങിപ്പോകുന്നത് സ്വാഭാവികമായും അദ്ദേഹത്തെ കൊണ്ട് അംഗീകരിക്കാനും സഹിക്കാവുന്നതിനും അപ്പുറമായിരിക്കും. അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ പ്രിയങ്ക ഖാർഗെക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസ് നേതാക്കൾ പോലും അദ്ദേഹത്തിന് പരിഗണന വേണ്ട രീതിയിൽ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അവിടെ നടക്കുന്ന നിർണായകമായ യോഗങ്ങളിലോ പരിപാടികളിലോ ഒന്നും തന്നെ പ്രിയങ്ക ഖാർഗെയെ കാണാറുമില്ല, പങ്കെടുപ്പിക്കാറുമില്ല. ഈ ലോക്കൽ രാഷ്ട്രീയത്തിൽ, പ്രാദേശിക രാഷ്ട്രീയത്തിൽ ഒതുങ്ങാതെ ദേശീയ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ശ്രദ്ധ കിട്ടണമെങ്കിൽ RSSനെയോ BJPയെയോ എന്തെങ്കിലും പറയേണ്ടി വരും എന്ന് പ്രിയങ്ക ഖാർഗെക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യവുമില്ല. സ്വാഭാവികമായി അദ്ദേഹം ആ ഒരു വളഞ്ഞ വഴി പിടിക്കുന്നു എന്ന് കണ്ടാൽ മതി എന്നാണ് മനസ്സിലാകുന്നത്. കാരണം അതിനപ്പുറത്തേക്ക് പ്രിയങ്ക ഖാർഗെ എന്തെങ്കിലും ലക്ഷ്യമിട്ടിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. ഇന്നിപ്പോൾ കർണാടകയിൽ കോൺഗ്രസിന്റെ യോഗം നടക്കുന്നുണ്ട്. ആ യോഗം നടക്കുമ്പോൾ പോലും പ്രിയങ്കിന് മതിയായ പരിഗണനയില്ല. സ്വാഭാവികമായും ഒന്ന് ശ്രദ്ധ പിടിച്ചു പറ്റാൻ, മാധ്യമങ്ങളിൽ പേര് വരാൻ പ്രിയങ്ക ഖാർഗെയെ സംബന്ധിച്ചിടത്തോളം ഇതല്ലാതെ മറ്റ് പോംവഴികളുമില്ല. RSSനെ നിരോധിക്കാൻ നേരത്തെ കോൺഗ്രസ് നിരോധിച്ചിട്ടുണ്ട്. കോൺഗ്രസ് എല്ലാ ഘട്ടത്തിലും അത് പറയാറുമുണ്ട്. അധികാരത്തിൽ വന്നാൽ അത് ചെയ്യും വീണ്ടും എന്നുള്ളതാണ് പ്രിയങ്ക ഖാർഗെ വീണ്ടും പറയുന്നത്. ശ്രീകാന്ത്, അതോടൊപ്പം പ്രിയങ്ക ഖാർഗെ ഇങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുക സ്വാഭാവികമെന്ന് ശ്രീകാന്ത് പറയുന്നതോടൊപ്പം തന്നെ RSS പോലെയുള്ള ഒരു പ്രസ്ഥാനത്തെ നിരോധിക്കും എന്ന് പറയുന്നതിനുള്ളൊരാർജവം അത് നമ്മൾ നേരത്തെ ശ്രീ കുമ്മനം രാജശേഖരനോട് പങ്കുവച്ചതുപോലെ ഒരുപക്ഷെ അതിലൂടെ നേടിയെടുക്കാവുന്ന മറ്റ് ഏതൊക്കെയോ തരത്തിലുള്ള ഒരു പ്രീണന സ്വഭാവം തന്നെയല്ലേ ലക്ഷ്യം വയ്ക്കുന്നത്? ആരൊക്കെയാണോ RSSനെ എതിർക്കുന്നത്, അല്ലെങ്കിൽ നിലവിൽ BJP സർക്കാരിനെ എതിർക്കുന്നത്, അവർക്കുള്ളൊരു സന്ദേശമാണ് തങ്ങൾക്ക് അങ്ങനെയെങ്കിലും വോട്ട് കിട്ടട്ടെ എന്നുള്ളൊരു അവസാന ലക്ഷ്യം തന്നെയാണോ ഇതിലൂടെ വ്യക്തമാകുന്നത്? സ്വാഭാവികമായും കോൺഗ്രസിലെ ഒരു മുതിർന്ന ശ്രീകാന്ത് ഒന്ന് തുടരുക, ഞാൻ എത്താം, ഒരു നിമിഷം. ഹിന്ദു ഐക്യവേദി നേതാവ് ശ്രീ RV ബാബു ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം പ്രതികരിക്കുന്നതിനായി ചേരുന്നുണ്ട്. ശ്രീ RV ബാബു, RSSനെ നിരോധിക്കും എന്നാണ് കർണാടക കോൺഗ്രസിന്റെ ഭീഷണി. മല്ലികാർജുൻ ഖാർഗെയുടെ മകൻ പ്രിയാങ്ക് ഖാർഗെയാണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? എനിക്കിത് കേൾക്കുമ്പോ ചിരിക്കാനാണ് തോന്നുന്നത്. കാരണം ഒരു പേട്ടു പയ്യൻ വന്നിട്ട് RSSനെ നിരോധിക്കും എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നിരോധിക്കും എന്നാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് എന്നാണ് തോന്നുന്നത്. അപ്പൊ ഇത് എന്താ പറയുക, നമ്മൾ സാധാരണ നാട്ടിൻപുറങ്ങളിൽ ഈ കഴുതക്കാമം കരഞ്ഞു തീർക്കുക എന്നൊക്കെ പറയും. അപ്പൊ അതേപോലെ കരഞ്ഞു തീർക്കുന്ന ഒരു കാര്യം. കാരണം ഈ RSSനെ നിരോധിക്കാനായിട്ട് ഖാർഗെ അല്ലെങ്കിൽ ഖാർഗെ ഇപ്പോഴത്തെ ഈ ജൂനിയർ ഖാർഗെയുടെ അച്ഛനും അതേപോലെ അവരൊന്നുമല്ല, അതിനേക്കാൾ വലിയ വലിയ കേമന്മാര് ഇന്ത്യയിൽ ഉണ്ടായിരുന്നല്ലോ. പട്ടേൽ ഉണ്ടായിരുന്നു, പിന്നീട് ഇന്ദിരാഗാന്ധി ശ്രമിച്ചു, പിന്നെ നരസിംഹറാവു ശ്രമിച്ചു. ഇതൊക്കെ കണ്ടവരാണ് നമ്മൾ, അല്ലെങ്കിൽ അതൊക്കെ കേട്ടവരാണ്. ഈ പയ്യൻ അതിനു വേണ്ടിയുള്ള സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹം സ്വപ്നം കാണാനായിട്ട് ഇപ്പൊ ആർക്കും കാശ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, പ്രത്യേകിച്ച് കാശൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് സ്വപ്നം കാണട്ടെ. ഇതിനകത്ത് അതിൽ കൂടുതലൊരു പ്രതികരണമൊന്നും ആ പയ്യൻ അർഹിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് വലിയ വലിയ കാര്യമായിട്ട് അതിന്റെ ഗൗരവം കൊടുക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ എത്രയോ കണ്ടിരിക്കുന്നു. അതിനപ്പുറത്തേക്കൊന്നും ഒരു പ്രതികരണവും ഇതിനകത്ത് വേണം എന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീ RV ബാബു, ഇവിടെ കർണാടക മന്ത്രി എന്നുള്ള നിലയിലാണ് പ്രിയങ്ക ഖാർഗെ ഇത്തരത്തിലുള്ള ഒരു വെല്ലുവിളി നടത്തുന്നത്. നമുക്കറിയാം കർണാടകയിൽ എങ്ങനെയാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയത് എന്നുള്ളത്. തീവ്ര മതവാദികളെ കൂട്ടുപിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. അത് കഴിഞ്ഞ് ആ മതവാദികൾക്ക് മുന്നിൽ കീഴടങ്ങുന്ന പല നയങ്ങളും സർക്കാരിന് തന്നെ സ്വീകരിക്കേണ്ടി വന്നതും നമ്മൾ പിന്നീട് ഉടനീളം കണ്ടതാണ്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ളൊരു വെല്ലുവിളി നടത്തുന്നത് അവരെ ഒന്ന് തൃപ്തിപ്പെടുത്തിയേക്കാം എന്നുള്ളൊരു കരുതലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാകുമോ? അതെ, അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അല്ല, ഇത് നമുക്കിപ്പോ ഈ കേരളത്തിൽ അല്ലെങ്കിൽ പൊതുവെ ഈ മുസ്ലിം സമൂഹത്തെ തൃപ്തിപ്പെടുത്താനായിട്ട് ആണ് ഇവർ ഈ ബഹളം മുഴുവൻ വെക്കുന്നത്. അപ്പൊ മുസ്ലിം സമൂഹം തൃപ്തിപ്പെടണമെങ്കിൽ RSSനെ, സംഘപരിവാർ സംഘടനകളെ ആക്രമിക്കുക, സംഘപരിവാർ സംഘടനകളുടെ ഏറ്റവും കടുത്ത എതിരാളികൾ തങ്ങളാണെന്ന് സ്ഥാപിക്കുക. അപ്പൊ കർണാടകയിൽ അത് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു.
കേരളത്തിലെ ഇവിടെ CPM-ഉം കോൺഗ്രസും തമ്മിൽ മത്സരമാണ്. ആരാണ് RSSനെ ഏറ്റവും ശക്തമായി എതിർക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ അതിന്റെ മറവിൽ ഈ പാവം മുസ്ലിങ്ങളെ ചൂഷണം ചെയ്യുന്നതോ അവരെ കൊള്ളയടിക്കുന്നതോ അവരുടെ ബേസിക് അവകാശങ്ങൾ നിഷേധിക്കുന്നതോ ഒന്നും ഒരു വിഷയമല്ല. അവരുടെ സ്ത്രീകളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന ഒന്നും അവർക്കും ഒരു വിഷയമല്ല. കാരണം അവരെ സംബന്ധിച്ചും RSSനെ നാലടി അടിക്കുന്നത് ആരാണ് കൂടുതൽ എന്നാണ് അവരും ചിന്തിക്കുന്നത്. അപ്പോ അതിലൂടെ യഥാർത്ഥത്തിൽ ഈ ആളുകൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒക്കെ ചുളുവിൽ അവരുടെ കാര്യം നേടി പോവുകയാണ്. ഇതൊന്നും സത്യത്തിൽ ഇങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഇതെന്താണ് സംഭവിക്കുക എന്നൊക്കെ നമുക്കറിയാം. ഇത് കേവലം ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്കാണ്. പാവം മുസ്ലിങ്ങളെ പറ്റിക്കാനായിട്ട് കോൺഗ്രസ് എടുക്കുന്ന കുറെ പ്രചരണ സാമഗ്രികൾ. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് നമുക്കറിയാം. അത് അങ്ങനെ നിരോധിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും കോൺഗ്രസിന്റെ നട്ടലുള്ള നേതൃത്വം ഇപ്പൊ ഇല്ല. അതിന് നട്ടലുള്ള നേതൃത്വം വെറുതെ വായ്ത്താരി പറയാന്നല്ലത്. RSSന്റെ നിരോധനം എന്നുള്ള ആ വാക്ക് ഉച്ചരിക്കാൻ നട്ടലുള്ള നേതൃത്വം ഇപ്പൊ ഏതായാലും ഇന്ത്യയിൽ ജീവിച്ചിരിപ്പില്ല. മദാമ കോൺഗ്രസിലും ഇല്ല, പഴയ ഇന്ദിരാ കോൺഗ്രസിലും ഇല്ല. അതെ, വളരെ നന്ദി ശ്രീ RV ബാബു പ്രതികരിച്ചതിന്. RSSനെ നിരോധിക്കും എന്ന കോൺഗ്രസ് ഭീഷണി കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയാൽ RSSനെ നിരോധിക്കുമെന്ന് കർണാടക മന്ത്രി പ്രിയാങ്ക് ഖാർഗെയാണ് വെല്ലുവിളി ഉയർത്തിയത്. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മകനാണ് പ്രിയങ്ക്.